പവർ മെഷർമെൻറ്റ് യൂസിങ് വാട്ട് മീറ്റർ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ ചെയ്യാൻ പോകുന്നത് വാട്ട് മീറ്ററാണ്. വാട്ട് മീറ്റർ ഉണ്ട് എം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് കോമൺ ആണ്. ഇതിനൊരു വോൾട്ടേജ് കൊടുക്കുന്നത് ന്യൂട്രലാണ്. ഇതിൽ നമ്മൾ കയ്യിലുള്ള സാധനം ഇതാണ്. ഇതിൽ എം എന്ന് പറഞ്ഞൊരു കണക്ഷൻ ഉണ്ട്, അതാണ് ഇതിൻ്റെ എം. പിന്നെ കോമൺ, ഈ കോമൺ എന്ന് പറയുന്നതാണ് ഈ സി. പിന്നെ വി എന്ന് പറയുന്നതാണ് നമ്മുടെ 250 വോൾട്ടേജ്. പിന്നെ എൽ എന്ന് പറയുന്നതാണ് ഈ ലോഡ് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ തന്നെ കണക്ഷൻ ഡയഗ്രാം ഇതിനകത്തുണ്ട്. ആ ന്യൂട്രൽ പോയിരിക്കുന്നത് ഡയറക്റ്റ് പോയിരിക്കുന്നത് ലോഡിലേക്കും പോകുന്നുണ്ട്. ഒരു V1 V3 എന്ന് പറഞ്ഞ സ്ഥലത്തേക്കും പോയിട്ടുണ്ട്. അതാണ് നമ്മുടെ 250. ഫേസ് പോയിരിക്കുന്നത് എമ്മിലും കോമണിലേക്കും പോയിട്ടുണ്ട്. അപ്പോൾ എമ്മിൽ നിന്ന് കോമണിലേക്ക് ഡയറക്റ്റ് കണക്ഷൻ ഇതിലില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇത് നമ്മളിപ്പോൾ ഒരു 230 വോൾട്ടേജിൻ്റെ ഫേസ് കൂടിയും കൊടുത്തിട്ടുണ്ട്, ന്യൂട്രൽ കൂടിയും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്ലഗ് നമ്മളിവിടെ കണക്ഷൻ കൊടുക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എമ്മിൽ നിന്ന് സിയിലേക്ക് ഒരു കണക്ഷൻ കൊടുക്കണം. എമ്മിൽ നിന്ന് സിയിലേക്ക് ഒരു കണക്ഷൻ കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു വയർ എടുത്തിട്ട് എമ്മിൽ നിന്ന് സിയിലേക്ക് കോമണിലേക്ക് ഒരു കണക്ഷൻ കൊടുത്തു. അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്, എമ്മിൽ നിന്ന് സിയിലേക്കുള്ള കണക്ഷൻ. ആദ്യം തന്നെ ഈ ഫേസ് ന്യൂട്രൽ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫേസ് നമ്മളിവിടെ നിന്ന് എടുത്ത് ഈ ഫേസ് എമ്മിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എമ്മിൽ നിന്ന് നമ്മളിപ്പോൾ ഒരു സിയിലേക്കുള്ള കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. എമ്മിൽ നിന്ന് സിയിലേക്കുള്ള കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ന്യൂട്രലാണ്. ന്യൂട്രൽ നമ്മൾ ഈ നീല കളർ വയറാണ്. ഈ നീല കളർ വയർ ഈ ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നുള്ള ന്യൂട്രൽ ഇതിലേക്ക് പോയിട്ടുണ്ട്, 250ലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഈ കണക്ഷനും വി എന്നുള്ള വരെയുള്ള കണക്ഷൻ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇത്രയും കണക്ഷൻ കൊടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ വേണ്ടത് ഈ എല്ലാണ്. എടുത്തിട്ട് ലോഡിലേക്ക് പോകേണ്ടത്. അപ്പോൾ ഈ ലോഡിലേക്ക് പോകുമ്പോൾ നമ്മളിതിൻ്റെ ആംബിയർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലൊരു അമ്മീറ്ററും കൂടി പിടിപ്പിക്കും. ഇവിടെ 2 എൻഡിലായിട്ട് ഇവിടെ ഒരു അമ്മീറ്ററും കൂടി പിടിപ്പിക്കും. അപ്പോൾ അമ്മീറ്റർ പിടിപ്പിക്കാനായിട്ട് നമ്മൾ ഈ ലോഡിൽ നിന്ന് നമ്മൾ നേരെ എന്ത് ചെയ്യും, അമ്മീറ്ററിലേക്ക് കണക്ഷൻ കൊടുക്കും. അപ്പോൾ ലോഡിൽ നിന്ന് എടുത്തിട്ട് ഇതാണ് അമ്മീറ്റർ. അപ്പോൾ അമ്മീറ്ററിൻ്റെ ഒരു കണക്ഷനിലേക്ക് കൊടുക്കും. അത് 1 ആംബിയറിൻ്റെ അമ്മീറ്ററാണ്. അമ്മീറ്ററിലേക്ക് കണക്ഷൻ കൊടുക്കും. ഇനി അമ്മീറ്ററിൻ്റെ രണ്ടാമത്തെ ഭാഗം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എന്ത് ചെയ്തു, ലോഡിൽ നിന്ന് എടുത്തിട്ട് അമ്മീറ്ററിലേക്ക് കണക്ഷൻ കൊടുത്തു. ഇനി അമ്മീറ്ററിൻ്റെ രണ്ടാമത്തെ ഭാഗം എടുത്തിട്ട് ലോഡിലേക്ക് കണക്ഷൻ കൊടുത്തു. ഈ ലോഡ് എന്ന് പറയുന്നത് 230 വോൾട്ടേജിൻ്റെ ബൾബാണ്. 230 വോൾട്ടേജിൻ്റെ ബൾബുകൾ നമ്മളിങ്ങനെ ഇതിലേക്ക് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. പാരലായിട്ട് ഇങ്ങനെ കണക്ഷൻ കൊടുത്ത് വെച്ചിട്ടുണ്ട്, 3 സെറ്റ് ബൾബുകളുടെ കണക്ഷൻസ്. അപ്പോൾ അമ്മീറ്ററിൽ നിന്നുള്ള കണക്ഷൻ എടുത്തിട്ട് ഇതിലേക്ക് കണക്ഷൻ കൊടുക്കും. ഇവിടെ നമുക്ക് 2 ഹോളുള്ള ടൈപ്പ് സാധനമാണ് ഇവിടെ കൊടുക്കുന്നത്. അതൊരെണ്ണം ഇവിടേക്ക് കൊടുത്തു. അമ്മീറ്ററിൻ്റെ രണ്ടാമത്തെ ഭാഗത്തുനിന്ന് ഇങ്ങോട്ടുള്ള കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഭാഗം കണക്ഷൻ കഴിഞ്ഞു. ഇവിടെ നിന്നുള്ള ഇവിടം വരെ. ഇനി ലോഡിൻ്റെ രണ്ടാമത്തെ ഭാഗം പോയിട്ട് ന്യൂട്രലിലേക്ക് പോകണ്ടേ, ഇപ്പോൾ ന്യൂട്രൽ വന്ന സ്ഥലത്തേക്ക് പോകണം. ആ ന്യൂട്രൽ വന്ന സ്ഥലം ഈ വി എന്ന് എഴുതിയാണ്, 250 വോൾട്ട് എന്ന് എഴുതിയേക്കുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഇത് ഇങ്ങോട്ട് കണക്ഷൻ കൊടുക്കും. അപ്പോൾ അതേപോലെ തന്നെ വേറൊരു വയറും കൂടി എടുത്തിട്ട് ഇതിൽ നിന്ന് എടുത്തിട്ട് കണക്ഷൻ ഇതിൽ വാട്ട് മീറ്ററിൻ്റെ വിയിലേക്ക്, ഇതാണ് കണ്ട ന്യൂട്രൽ വന്ന വയർ, നീല വയറാണ്. ഈ നീല വയറിലേക്കാണ് കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അമ്മീറ്ററിൻ്റെ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞു. ഇനി അമ്മീറ്ററിൻ്റെ കണക്ഷൻ കഴിഞ്ഞാൽ ഇനി ഒരു വോൾട്ട് മീറ്റർ ഉണ്ട്. അപ്പോൾ വോൾട്ട് മീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്മീറ്റർ കണക്ഷൻ ചെയ്തുകൊണ്ട് എപ്പോഴും സീരീസ് ആയിരിക്കും. അമ്മീറ്റർ കണക്ഷൻ എപ്പോഴും സീരീസ് ആയിരിക്കും. വോൾട്ട് മീറ്റർ നമുക്ക് പാരലൽ കണക്ഷൻ കൊടുക്കാം. വോൾട്ട് മീറ്റർ വേണമെങ്കിൽ നമുക്ക് ഈ പവർ വന്ന ഈ സ്ഥലത്ത് വേണമെങ്കിൽ കണക്ഷൻ കൊടുക്കാം, ഇതേ സ്ഥലത്ത് വേണമെങ്കിൽ 2 കണക്ഷൻ വേണമെങ്കിൽ ഡയറക്റ്റ് കൊടുക്കാം. പക്ഷേ അമ്മീറ്റർ അങ്ങനെ കണക്ഷൻ കൊടുക്കാൻ പറ്റില്ല. വോൾട്ട് മീറ്റർ ഇവിടെ കൊടുത്താലും മതി. വോൾട്ട് മീറ്റർ ഇവിടെ കൊടുത്താൽ നമുക്ക് വോൾട്ടേജ് കിട്ടും. ഇനി അതേപോലെ തന്നെ ഇവിടെ വരുന്ന വോൾട്ടേജാണ് കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ തന്നെ കൊടുക്കാം. ഇവിടെ കൊടുക്കണമെങ്കിൽ ഇതിൽ കണക്ഷൻ കൊടുത്താൽ മതി. ഇതിലേക്കും കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ വോൾട്ടേജ് മെഷർ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ വാട്ട്സ് മെഷർ ചെയ്യുന്നത് വോൾട്ടേജും കറണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ്. ഈ ഇതിൽ കിട്ടുന്ന വോൾട്ടേജും ഇതിൽ കിട്ടുന്ന കറണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമുക്കിത് വാട്ട്സ് കിട്ടുക. വോൾട്ടേജും കറണ്ടും പവർ ഫാക്ടറും കൂടി. നമ്മൾ കൊടുക്കുന്നത് റെസിസ്റ്റർ ലോഡാണ്, അതായത് ഇത് ബൾബാണ്. അപ്പോൾ 100 വാട്ടിൻ്റെ ഈ ബൾബാണ് കൊടുക്കുന്നത്. അതിൻ്റെ അപ്പോൾ പവർ ഫാക്ടർ 1 ആണ്. പവർ ഫാക്ടർ 1 ആയതുകൊണ്ട് നമുക്ക് ഈ കോസ്ഫൈയുടെ വാല്യൂ 1 ഇപ്പോൾ വോൾട്ടേജിൻ്റെ കറണ്ട് മാത്രം ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വാല്യൂ കറക്റ്റ് ആണോ എന്ന് അറിയണമെങ്കിൽ ഈ വാല്യൂ കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ വാല്യൂ കിട്ടണം, വാട്ട്സ് കിട്ടണം. അത്രേ ഉള്ളൂ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ ടാബുലർ കോളം അങ്ങനെ ഇരിക്കുക. അപ്പോൾ ആദ്യം വോൾട്ട് മീറ്ററിൻ്റെ റീഡിങ് എടുക്കുക, ആംബിയറിൻ്റെ റീഡിങ് എടുക്കുക, വാട്ടിൻ്റെ എടുക്കുക, അത് കഴിഞ്ഞിട്ട് കാൽക്കുലേഷൻ ചെയ്യുക. പവർ ഈക്വൽ ടു വോൾട്ടേജ് ഇൻറ്റു കറണ്ട്. അമ്മീറ്ററിലുള്ള റീഡിങ് നമ്മൾ ഇതിനെ അമ്മീറ്ററിന് കറണ്ട് എന്ന് പറയും. അപ്പോൾ വോൾട്ടേജിൻ്റെ കറണ്ട് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് കിട്ടും. ഇനി ഇതിനെ 100 വാട്ടിൻ്റെ ബൾബ് ഇവിടെ കണക്ട് ചെയ്തു. ഇനി അതിന് ശേഷം ഇത് ഓണാക്കി. ഇത് ഓണാക്കുന്ന സമയത്ത്
നമുക്ക് ഇവിടെ കിട്ടുന്നത് വോൾട്ട് മീറ്ററിൽ നമുക്ക് കിട്ടുന്നത് ഒരു 230 ഏകദേശം 230 വോൾട്ടേജാണ് നമുക്കിപ്പോൾ ഇവിടെ കിട്ടുന്നത് വോൾട്ട് മീറ്ററിൽ കിട്ടുന്നത് 230 വോൾട്ടേജ് കിട്ടി. പിന്നെ അമ്മീറ്ററിൽ കിട്ടുന്ന റീഡിങ് നോക്കണം. മീറ്ററിൽ കിട്ടുന്ന റീഡിങ് നോക്കിയിട്ട് ഏകദേശം 0.4 ഒരു ഡിവിഷൻ, വലിയ ഡിവിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 to 2 വരെ 1 2 3 5 ഡിവിഷൻ ഉണ്ട്. അപ്പോൾ ഒരെണ്ണം 0.2 20 ഡിവിഷൻ 5 10 ഒരെണ്ണം 0.2 ആണ്. അപ്പോൾ 0.4 0.42 0.46 ഓക്കെ, ഏകദേശം ഒരു റീഡിങ് എഴുതാം. 0.4 0.5 0.6 0.7 0.8 0.9 ഇല്ല 4.42 46 44 46 48 5 അപ്പോൾ 0.4 0.44 0.48 അങ്ങനെ പറഞ്ഞാൽ 0.44 ഇല്ല 0.46 വോൾട്ടേജ് ആംബിയറാണ് നമുക്കിവിടെ കിട്ടുന്ന റീഡിങ്. 0.46 ആംബിയർ ആണ് നമുക്ക് കിട്ടുന്നത്. കാരണം 5 ഇല്ല, 5-നേക്കാളും കുറവാണ്. 5 ആവണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇവിടം വരെ എത്തണം. ഇതിൻ്റെ സെൻറ്റർ വരെ എത്തി കഴിയുമ്പോഴാണ് 5 വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം 4.46 ആണ് വരുന്നത്. 0.46 ആംബിയർ. ഇനി വാട്ട് മീറ്ററിൽ റീഡിങ് എടുക്കുന്ന സമയത്ത് കുറച്ച് ശ്രദ്ധിച്ചെടുക്കണം. നമ്മൾ ഇതിലൂടെ ഒരു സ്കെയിൽ കാണുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഇതൊരു മിററാണ്. ആ മിററിൽ ഒരു വര ഇങ്ങനെ കാണുന്നുണ്ട്. അത് നമ്മൾ ഈ നോക്കുന്ന പൊസിഷൻ അനുസരിച്ചിട്ട് ആ വരയുടെ പൊസിഷൻ മാറും. കണ്ട സൈഡിലേക്ക് നിൽക്കുമ്പോൾ ഈ വര ഇപ്പുറത്തേക്ക് നോക്കുമ്പോൾ ഈ വര ഇപ്പുറത്തെ സൈഡിലായി. അങ്ങനെയൊക്കെയാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ കറക്റ്റ് റീഡിങ് കിട്ടണമെങ്കിൽ ഈ വര കാണാൻ പാടില്ല. നമ്മൾ നോക്കുന്ന സമയത്ത് നേരെ അതിൻ്റെ അണ്ടറിൽ വരണം. അപ്പോൾ അങ്ങനെ അണ്ടറിൽ വരുന്ന സമയത്ത് നോക്കുമ്പോൾ കാണാം ഒരു ഏകദേശം 100, ആ വലിയ വരയുടെ അടുത്ത് വരെ എത്തിയിട്ടില്ല നമ്മുടെ കണക്ക്. ഇത് ഏകദേശം ഇതാണ് 100-ൻ്റെ. ഇത് 200 ആകുമ്പോൾ ഇതിൻ്റെ പകുതി 100 ആണ്. 20 40 60 80 100 വരുന്നത്. 100-നേക്കാളും തൊട്ട് താഴെയാണ്. അപ്പോൾ ഏകദേശം ഒരു 96 ഉള്ളൂ. അപ്പോൾ നമുക്കിവിടെ കിട്ടിയ വാട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 96 വാട്ടാണ് നമുക്ക് ഏകദേശം കിട്ടുന്നത്. ഇനി ഇത് രണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള വാല്യൂ ആണ് നമ്മളിവിടെ കണ്ടുപിടിച്ച് എഴുതേണ്ടത്. അപ്പോൾ 230 ഇൻറ്റു 0.46 അതാണ് നമ്മുടെ കാൽക്കുലേഷൻ ചെയ്തിട്ടുള്ള വാട്ട്സ് നമുക്ക് കിട്ടുന്നത്. ഏകദേശം അതിനടുപ്പിച്ചിട്ടുള്ളൊരു വാല്യൂ നമുക്ക് കിട്ടും. അത് കാൽക്കുലേഷൻ ചെയ്തിട്ട് ഞാനിപ്പോൾ എഴുതാം. ഓക്കെ, ഇപ്പോൾ ഇതിൽ കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ 105 വാട്ട്സാണ് വന്നു കിട്ടിയത്. 105.86 വാട്ട്സ്. ഇപ്പോൾ എറർ നോക്കിക്കഴിഞ്ഞാൽ ഇത് തമ്മിൽ മൈനസ് ചെയ്താൽ മതി. ഇതാണ് നമ്മുടെ ആക്ച്വൽ. അതായത് സാധാരണ നമ്മൾ ഈ വോൾട്ട് മീറ്ററും ഈ ഒരു അമ്മീറ്ററും നമ്മൾ എന്ത് ചെയ്യും, സ്റ്റാൻഡേർഡായിട്ട് വയ്ക്കുക ചെയ്യാം. സ്റ്റാൻഡേർഡായിട്ട് വയ്ക്കുമ്പോൾ ഇതിൻ്റെ വാല്യൂ കറക്റ്റ് ആയിരിക്കുന്നതാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. ഇതിന് നമ്മൾ കാലിബ്രേഷൻ വേണ്ടി കൊണ്ടുവന്ന സാധനമാണെങ്കിൽ ഡിഫറൻസിൽ കാണും. 90 ഇപ്പോൾ ഏകദേശം ഒരു 96 106 ഏകദേശം ഒരു 10-ൻ്റെ എറർ, 9.8-ൻ്റെ ഏകദേശം ഒരു എററാണ് നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്നത്. വാട്ട്സിൻ്റെ എറർ നമുക്ക് കിട്ടി. ഇതിപ്പോൾ നമ്മൾ 100 വാട്ടിൻ്റെ ഒരു ബൾബാണ് കൊടുത്തിട്ട് ചെയ്തത്. ഇനി അതിന് ശേഷം ഇപ്പുറത്തുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത ബൾബ് കൂടി ഇടണം. അടുത്ത ബൾബ് ഇട്ടിട്ട് ഇത് ഓഫ് ചെയ്തിട്ട് അടുത്ത ബൾബും കൂടി ഇടാം. അടുത്ത ബൾബും കൂടി ഇട്ടിട്ടുള്ള റീഡിങ് എടുക്കാം. അപ്പോൾ 2 ഇടുമ്പോൾ നമുക്കിതിൻ്റെ വോൾട്ടേജ് ഏകദേശം സെയിം ആയിരിക്കും. പക്ഷേ കറണ്ട് നമുക്ക് അതിനനുസരിച്ച് കൂടിയിട്ടുണ്ടാവും. ഞാൻ അങ്ങനെയുള്ള വാല്യൂസ് കാൽക്കുലേഷൻ ചെയ്തിട്ട് ഇപ്പോൾ വേണം ചെയ്യാനായിട്ട്. ഇപ്പോൾ നോക്കുമ്പോൾ കറക്റ്റ് ആയി വരുമ്പോൾ ഇത് കണ്ട ഒരു 140 ഇനി ഇതിൻ്റെ കാൽക്കുലേഷൻ ചെയ്തിട്ട് ഉള്ള റീഡിങ് എഴുതണം. അതിനുശേഷം മൂന്നാമത്തെ ബൾബും കൂടി ഇട്ടിട്ടുള്ള റീഡിങ് കൂടി എടുക്കും. മൂന്നാമത്തെ ബൾബും കൂടിയുള്ള റീഡിങ് ഇട്ടിട്ട് അപ്പോൾ കണ്ടു ഈ അമ്മീറ്ററിൻ്റെ ഏകദേശം ഒരു മാക്സിമത്തിൻ്റെ അടുത്ത് എത്തി, 1-ൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ചായിട്ടുള്ളൂ. കണ്ടോ, ഇത് ഏകദേശം ഒരു 205 വാട്ട്സാണ് നമുക്ക് ഇതിൽ കിട്ടുന്നത്. 205 വാട്ട്സ്. അപ്പോൾ ഇതിൻ്റെ വോൾട്ടേജും കറണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ എഴുതാം. അപ്പോൾ ഇങ്ങനെ 3 റീഡിങ് കിട്ടും. ഇപ്പോൾ ഇതിൻ്റെ എറർ എന്തെന്ന് നമുക്കിവിടെ കണ്ടുപിടിക്കാം. ഇത്രയേ ഉള്ളൂ വാട്ട് മീറ്ററിൻ്റെ.